മഴ തോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി കൈതയ്ക്കൽ മാളിക വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നെടുമ്പുരയ്ക്കൽ വന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ രോഹിത്ത് കണ്ണ് തുടയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഭയങ്കര സങ്കടമല്ലേ, ചേച്ചി പോയ വിഷമമാണ് മക്കൾക്ക് എന്ന് മനസ്സിലായി. കാരണം അമ്മനെ കണ്ടപ്പോൾ യാതൊരുവിധ സന്തോഷ പ്രകടനങ്ങളോ ഒന്നുമില്ല. എന്നാലും വലിയ ആൾ കളിക്കാൻ വേണ്ടി വൈജയന്തി വന്ന് പറയുന്നത് അവൾ പോയതുകൊണ്ട് ഞാൻ ജയിച്ച് വന്നേക്കാണ്. ഇനി അവളുടേതായ എന്തെങ്കിലും ഒരു സാധനം ഈ വീട്ടിലുണ്ടെങ്കിൽ ഉടനെ എടുത്ത് കത്തിക്കാൻ ബബിക്ക് ആജ്ഞ കൊടുക്കണം. ബബി അത് കേട്ട പാവം പോലെ നടിക്കില്ല. അത് കേട്ടോടുകൂടി നമ്മുടെ മനുവിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ മനു ഒന്നും മിണ്ടുന്നില്ല. പിന്നെ മനുവിനോട് പറയോ നീയൊന്നും മിണ്ടൂല, കാരണം നിനക്ക് ഇനി വീട്ടിൽ വരവൊക്കെ കുറയും, കാരണം നിൻ്റെ ഇഷ്ടക്കാരിയാണല്ലോ പോയത് എന്ന് പറയും. ആൻറ്റി വല്ലാണ്ട് അങ്ങോട്ട് നെകളിക്കണ്ട, ആൻറ്റിക്ക് ഇത്തിരി വിഷമം തോന്നിക്കുന്ന പല കാര്യങ്ങളും എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട് പോയിട്ടുള്ളതെന്ന് പറയും. അത് കേട്ടോടൊരു വൈജയന്തി ആകെ വിളറി വെളുക്കും. കാര്യങ്ങൾ മനസ്സിലായി. തൻ്റെ ആഗ്രഹയിലെ കഥകൾ മനുവിനെ അറിയിച്ചിട്ടാണ് അവൾ നശിച്ചവൾ പോയേക്കണമെന്ന് മനസ്സിലായതോടുകൂടി വൈജയന്തി പിന്നെ ഒന്നും മിണ്ടില്ല. അത് മക്കളെ മുന്നിൽ വെച്ചാണ് അത് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലെത്തിന്. അപ്പോൾ അലീന അവിടെ നിന്ന് ഇറങ്ങണ്. അലീന കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോലിക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതമാവും. കാരണം എന്തോ നമ്മുടെ സ്റ്റാൻലിയുടെ സ്വന്തക്കാർ, അതായത് മുതലാളിയുടെ സ്വന്തക്കാരായിരിക്കുള്ളൂ സാറിൻ്റെ. കാരണം മുഖച്ഛായയൊക്കെ കാണണ്ടപ്പോൾ അവർക്കൊരു ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആവുന്നുണ്ട്. മൂത്ത മോളുടെ മുഖച്ഛായയാണ് വന്നിറങ്ങിയ കുട്ടിക്കുള്ളതെന്ന് അറിയും. അതുമാത്രമല്ല പട്ടികളൊക്കെ ആർത്തു അലീനയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ പേടിച്ച് പിന്നിലേക്ക് നീങ്ങെങ്കിലും അലീന ചെന്ന് അവരുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കൈ അവരെ തലോടൊക്കെ ചെയ്യുമ്പോൾ ജോലിക്കാർക്കൊക്കെ അങ്ങോട്ട് അത്ഭുതമാവും. അലീനയുടെ ഒറ്റ നോട്ടത്തുമ്മൽ അവരിങ്ങനെ നിൽക്കണ്. അതിനുശേഷം നമ്മുടെ സ്റ്റാൻലിയുടെ ബാക്ക് ഭാഗമാണ് അലീന ആദ്യം കാണുന്നത്. അതാരെന്ന് അറിയില്ല. ജോലിക്കാരോട് എന്തൊക്കെയോ പറയുന്നു. അതിനുശേഷം തിരിഞ്ഞ് നിൽക്കുമ്പോൾ അലീന ആകെ ഞെട്ടിപ്പോണ്. തൻ്റെ വീട്ടിലേക്ക് തൻ്റെ അച്ഛൻ്റെ ക്ലയൻ്റ് എന്നും പറഞ്ഞ് വന്ന വ്യക്തിന് തൻ്റെ അച്ഛനെന്നുള്ള കാര്യം അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി. തന്നെ കാണാൻ വേണ്ടിയുള്ള ആ വരവെന്നുള്ള കാര്യവും എല്ലാം അലീനയ്ക്ക് മനസ്സിലാവണ്. അതിനേക്കാളുപരി ബാലചന്ദ്രൻ തന്നെ വിട്ടു പോകുന്ന വിഷമവും അലീനയ്ക്ക്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.